ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോവയ്ക്കുപ്പേരി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ സ്ലൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കോവയ്ക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള സ്ലൈസ് ആയത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മായുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ സൂക്ഷിക്കണേ. പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്കയിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോൾ ഉപ്പ് പോരാ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കോവയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. തുറന്ന് വെച്ചതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോവയ്ക്ക് ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതുപോലെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.